ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു അറബിക് റൈസ് റെസിപ്പിയുമായിട്ടാണ്, ചിക്കൻ മദ്ഫൂൻ മന്തി റെസിപ്പിയുമായിട്ടാട്ടോ. അപ്പം ഇതൊരു ടൈപ്പ് ഓഫ് മന്തി റെസിപ്പി തന്നെയാണ്. കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള കുക്കിംഗ് മെത്തേഡും അതുപോലെ തന്നെ അതിൻ്റെ സ്പൈസസൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് പാന് ചൂടാക്കിയിട്ട് ഏത് പാത്രത്തിലാണോ ഈ മദ്ഫൂൻ ഉണ്ടാക്കുന്നത് അതിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇവിടെ തൊലിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു ചിക്കൻ്റെ പകുതി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൈസും ലെഗും കൂടിയുള്ള പീസ് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് ഞാൻ 4 എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നാലേ അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. എന്നിട്ട് ഈ ചൂടായിട്ടുള്ള പാനിൽ നമ്മൾ നെയ്യ് ചേർത്തല്ലോ, അതിലോട്ട് ആദ്യം ഇതൊന്ന് ഷാലോ ഫ്രൈ ഒന്ന് ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ മീൻസ് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിരിച്ചു മറിച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മളിപ്പം ഇതിൽ ചിക്കൻ സ്റ്റോക്ക് ഒന്നും ചേർക്കുന്നില്ല. നോർമലായിട്ടുള്ള സ്പൈസ് പൗഡേഴ്സും പിന്നെ നോർമലായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 വശം ഒന്നും കണ്ട് ഒരു കളറൊന്ന് മാറി വന്നിട്ടുണ്ട് ചിക്കനിൽ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സവോള 4 കഷ്ണങ്ങളാക്കിയതും പിന്നെ 2 ഉണങ്ങിയ നാരങ്ങ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഉണങ്ങിയ നാരങ്ങ മസ്റ്റാണ്, എന്നാലും ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും മണമൊക്കെ വരുള്ളൂ. പിന്നെ ഇതിലോട്ട് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാറുണ്ട്. അതായത് ഏലക്ക കുറച്ച് കൂടുതൽ എടുക്കുക, അതുപോലെ ഗ്രാമ്പും കുറച്ച് കൂടുതൽ എടുക്കുക. പിന്നെ ബാക്കി എല്ലാതും ബേ ലീവ്സ് അതുപോലെ ബാക്കി എല്ലാ സ്പൈസസും ചേർത്ത് കൊടുക്കണം. എല്ലാതും കുറേശ്ശെ എടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് നല്ല തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിക്കന് വേറൊരു ടേസ്റ്റൊക്കെ വരും. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവൊന്നുമില്ല, കുറച്ച് അധികം വെള്ളം ഒഴിക്കുക. നമ്മൾ അരി തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മളിപ്പം ഈ ഒരു സ്റ്റോക്ക് റെഡിയാക്കുകയാണ്. ഇപ്പോൾ ചിക്കൻ ഇതിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുമ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവും ചെയ്യും. അതുപോലെ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഈ വെള്ളത്തിൽ വരും ചെയ്യും. ആദ്യം തന്നെ നമ്മൾ അരി വേവിച്ചെടുക്കും ചെയ്യും. അപ്പോൾ അടച്ച് വെച്ചിട്ട് അത് നന്നായിട്ട് തിളക്കട്ടെ. ഒരു 10 മിനിറ്റൊക്കെ നന്നായിട്ട് തിളക്കട്ടെ. ചിക്കൻ ഒരു 3/4 വേവൊക്കെ ആവണം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു 5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അരി സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പം എടുക്കുന്ന അരി തന്നെ കേട്ടോ. ഞാനിപ്പോൾ ഗ്രീൻ ഫാമിൻ്റെ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി ഞാൻ കുറച്ച് നേരം കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളയ്ക്കണം. അതിന് ശേഷം മാത്രം ചിക്കൻ എടുത്ത് മാറ്റാനുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള സ്പൈസ് പൗഡേഴ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. 1 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി, അത്ര തന്നെ, അതായത് 1 ടേബിൾ സ്പൂണ് നിറയെ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ്, അധികം എരിവില്ലാത്തതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ നിറയോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണ് അറബിക് മസാല പൗഡർ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഈ മദ്ഫൂൻ മന്തിയിലെ മെയിൻ മസാല പൗഡർ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5 കപ്പ് അരിയിലോട്ടുള്ള ഒരു കണക്കാട്ടോ പറയുന്നത്. അതുപോലെ തന്നെ ചിക്കൻ ഞാൻ 1 കിലോയുടെ മുകളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങൾ കുറച്ച് കൂടുതൽ ഇട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതാ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഒന്ന് തൊട്ട് നോക്കാം, ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടോ നോക്കാം. ഒരു 10 മിനിറ്റിൻ്റെ മുകളിൽ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെള്ളം തിളയ്ക്കുന്നുണ്ട്. ആ സമയത്താണ് ചിക്കൻ മാത്രം എടുത്ത് മാറ്റുക, ബാക്കിയൊന്നും മാറ്റണ്ട. നമ്മൾ ഈ വെള്ളത്തിലോട്ടാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചിക്കൻ അവിടെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അരി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് വെള്ളത്തിൽ ഉപ്പുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വെള്ളം എടുത്ത് ഞാൻ മാറ്റുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ആവശ്യം വരും. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ വെള്ളത്തിൽ അത്യാവശ്യം ഉപ്പുണ്ടോ നോക്കണേ, എന്നിട്ട് വേണം അരി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അരി കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിക്കനിലോട്ടുള്ള മസാല റെഡിയാക്കി എടുക്കുക. ഇഞ്ചി ചെറിയ കഷ്ണമുള്ളൂ, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഈ മസാല പൗഡർ 3/4 ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മാത്രം മാറ്റി വയ്ക്കുക, നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്, മാറ്റി വയ്ക്കുക. ഇതിലോട്ട് ഉപ്പും പിന്നെ വിനാഗിരി, ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഇത് നമ്മൾ ചിക്കനിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. ഈ മദ്ഫൂൻ മന്തി എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ രീതിയിലാണ് ഇതിൻ്റെ കുക്കിംഗ് മെത്തേഡ്. ഇത് നമ്മൾ കനലിലൊക്കെ വേവിക്കണം, ആ ചാർക്കോളിൻ്റെ ഫ്ലേവറും ടേസ്റ്റൊക്കെ വരുന്ന അങ്ങനത്തെ രീതിയിലാണ്. അപ്പോൾ ഞാൻ ഇതിപ്പം എൻ്റേതായ രീതിയിലുള്ളൊരു മദ്ഫൂൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ വേവിക്കുന്നത് നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്യുക, അതായത് നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഇത് എന്താ പറയുക സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഇത് ഫ്രൈ ആക്കി എടുക്കണം, അതാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ അതാ മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം വയ്ക്കുന്നുണ്ട് കേട്ടോ.
അതുപോലെ നമ്മൾ അരി അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് വെന്തിട്ടുണ്ടോ നോക്കാം കേട്ടോ. വേവ് കൂടി പോകരുത്, എന്നാൽ വേവ് കുറയും വേണ്ട. അത്യാവശ്യം നമ്മൾ കഴിക്കുന്ന സമയത്ത് കഴിച്ച് നോക്കുമ്പം അരിയൊക്കെ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പം അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഒരു പാത്രം തന്നെ എടുത്തിട്ടുള്ളൂ ഞാൻ എല്ലാം മൊത്തത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പാത്രം ഒന്ന് കഴുകിയിട്ട് അതിലോട്ട് ഞാൻ കുറച്ചുകൂടെ നെയ്യ് ചേർത്തിട്ട് നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി മസാലയും കൂടി ചിക്കനിൻ്റെ മുകളിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പിന്നെ ചെറിയ ഫ്ലെയിമിൽ വെക്കാൻ മറക്കണ്ട. അതുപോലെ നമ്മൾ നേരത്തെ കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതുപോലെ കുറച്ചിങ്ങനെ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ വല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ, കാരണം മസാലയൊക്കെ വേഗം കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി കുക്കായ ചിക്കനാണ്, അപ്പോൾ നമുക്ക് രണ്ട് വശം ഒന്നുകൂടെ കുക്കായി കിട്ടും. വേണം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്റ്റോക്ക് ഞാനിപ്പോൾ അത് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. നമുക്ക് നന്നായിട്ട് അകത്തൊക്കെ മസാല പിടിക്കണം. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ചിക്കന് കുക്കായ ശേഷം ആ പാത്രത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്ന സ്റ്റെപ്പാണ്. ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ഭംഗി, നമ്മൾ ഇത് എന്താ പറയുക, പ്ലേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഞാനിപ്പം ഈ വെജിറ്റബിൾസ് സെപ്പറേറ്റ് വേവിക്കുന്നത് കേട്ടോ. നമ്മുടെ ചിക്കൻ ഓൾറെഡി ഇപ്പം കുക്കായിട്ടുണ്ട്, 2 വശം കുക്കായിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിയില പുതിനയിലും കൂടി ചോപ്പ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ 2 വശവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്, അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്, ചിക്കൻ ഓൾറെഡി കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഈ ചിക്കൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അടുത്ത സ്റ്റെപ്പ് ഈ പാത്രത്തിൽ തന്നെ ചെയ്യാം കേട്ടോ. എനിക്ക് വെജിറ്റബിൾസ് ഉടയാണ്ട് കിട്ടണമായിരുന്നു നമുക്ക് ഈ ഗാർണിഷിങ്ങിൻ്റെ സമയത്തൊക്കെ പ്ലേറ്റിങ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ മുകളിലാണ് ഈ ചോറ് ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പം 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഓരോ ലെയറിലും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ചിക്കന് നമ്മൾ 2 വശം കുക്കായല്ലോ, ഇനി താഴെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിത് ദമ്മിടുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പം ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ലെയറിൽ ഇങ്ങനെ നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് ചിക്കനല്ല ചോറ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക. ചിക്കനൊക്കെ ഓൾറെഡി കുക്കായതാണ്. അപ്പോൾ നമുക്കിനി ദമ്മിടുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ വേറൊരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം പാൻ ചൂടാക്കിയിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ഒരു പൊട്ടാറ്റോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ചെറിയ തിന്നാക്കിയിട്ട് കട്ട് ചെയ്യരുത്, അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോവും. വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ എന്താ പറയുക, ഇതുപോലെ പരത്തി വെക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല പൗഡർ ഉണ്ടല്ലോ, അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അത് ഈ പൊട്ടാറ്റോയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. പിന്നെ ഞാൻ ക്യാരറ്റ് നീളത്തിൽ, അതും വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു തക്കാളി, അതും നല്ല തിന്നാക്കിയിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ, പെട്ടെന്ന് ഉടഞ്ഞു പോകും. പിന്നെ ക്യാപ്സിക്കം പല കളേഴ്സും, അതുപോലെ തന്നെ പച്ചമുളക്, ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. കുറച്ച് മസാല പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. മസാല പൗഡറിൽ ഉപ്പ് ചേർത്തിട്ടു ഞാൻ. എന്നിട്ട് കുറഞ്ഞ വെള്ളത്തിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പം അടിയിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ നല്ല പാക വേവിലാവും കേട്ടോ. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ, വെജിറ്റബിൾസ് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മൾ ആ മസാല പൗഡർ ഇല്ലേ, അത് ഇതിലും ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിന് മുകളിൽ ലെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പം ഇങ്ങനെ ഈ വീഡിയോയിൽ കാണിക്കാനുള്ളതുകൊണ്ട് മാത്രമാണ് കുറച്ച് വൈറ്റ് റൈസ്, കുറച്ച് യെല്ലോ റൈസൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പം നിങ്ങൾ വീഡിയോയിൽ കാണിക്കാൻ നമുക്ക് സെർവ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിക്കാം അതെങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് നമ്മളിപ്പോൾ റെഡി ആക്കിയില്ല, അത് ഇതിലോട്ട് ചേർത്തിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം അത് അങ്ങനെ മിക്സ് ചെയ്യുന്നില്ല, കാരണം നമ്മൾക്കിത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് സൈഡിൽ ഇങ്ങനെ കാണണം, ഒരു ഡിഫറെൻറ്റ് ലുക്കിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് ഇതിൽ ഈ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉരുളക്കിഴങ്ങ് മാത്രമല്ല, ഇതിൽ ക്യാരറ്റൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കാരണം ആ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ സൈഡിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അത് നമുക്ക് റൈസിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് ഗ്രില്ല് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ടൊക്കെ എടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫ്രൈ ആയിട്ടാണ് കുറച്ചുകൂടി ടേസ്റ്റ്. നമ്മൾ ആദ്യം പുഴുങ്ങിയെടുത്തതല്ല, അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ മദ്ഫൂൻ മന്തി. ഒരു മന്തിയുടെ വേറൊരു വെറൈറ്റിയാണ്, പക്ഷേ ഇതിൽ ചിക്കൻ സ്റ്റോക്കോ വേറെ ഒന്നും ചേർത്തിട്ടില്ല. കുറച്ചുകൂടെ നല്ല ഹെൽത്തി മന്തി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരുപാട് ഇങ്ങനത്തെ റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ടേസ്റ്റ് തന്നെയാണ് അതിന് കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാണ്ട് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ എല്ലാം കൂടിയാണ്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോഴാണ് ആ ഒരു റൈസിലൊക്കെ നന്നായിട്ട് ഫ്ലേവറൊക്കെ ഇറങ്ങി വരിക. നമ്മളിങ്ങനെ സെപ്പറേറ്റ് വൈറ്റ് റൈസും അതുപോലെ യെല്ലോ റൈസൊക്കെ വേറെ വേറെ കഴിക്കുമ്പോൾ അതിന് ആ ഫ്ലേവറൊന്നും മൊത്തത്തിൽ വരില്ല. അപ്പോൾ ഞാനിതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് നല്ല തിക്കായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക, എന്നാലേ നമുക്ക് ഉടയാണ്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മദ്ഫൂൻ മന്തി. ഇത് ആ ഒരു റൈസിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ എനിക്ക് വീഡിയോയിലൂടെ പറയാനല്ലേ പറ്റുള്ളൂ, ടേസ്റ്റ് അറിയിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും വ്യത്യസ്ത ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ്. നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, മടുപ്പ് വരാത്ത ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.